കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ കുറിച്ച് കോഴിക്കോട്ടുകാരുടെ അഭിപ്രായം എന്താണ്? മികച്ചതാണോ അതോ മോശമാണോ? പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ലേ? മോശം എന്ന് പറയുന്നവർ കൂടുതലാണെങ്കിൽ അത് അഡ്വാൻറ്റേജ് ഗോസ് ടു എഗെയിൻ എം കെ രാഘവൻ. എന്താണ് വളരെ മികച്ചത് 8.2, മികച്ചത് 15.2. അതായത് ടോട്ടൽ 23.4% പേർ മോദി സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ മോശം എന്ന് പറയുന്നത് 44.6% പേരാണ്. സമയപരിമിതികളോട് നമുക്ക് ദീർഘിപ്പിക്കേണ്ട. 45% ആളുകൾ മോശം എന്ന് പറയുമ്പോൾ ക്ലിയർ ഇൻഡിക്കേഷൻ ഈ പറയുന്ന അനുകൂലമാകുന്നു. ആർക്ക്? എം കെ രാഘവന് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യം കോഴിക്കോട്ട് നിലനിൽക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5 നമ്മൾ ചോദിച്ചത് കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായമാണ്. അതിൽ അഡ്വാൻറ്റേജ് എം കെ രാഘവനാണ്. അടുത്തത് നമുക്ക് സംസ്ഥാനത്തേക്ക് വരാം. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് കോഴിക്കോട്ടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊടുവള്ളി മാത്രമേ ഉള്ളൂ. ആറും LDF-നൊപ്പമാണ്. 6 പേർ 6 MLA-മാരുള്ള കോഴിക്കോട് മണ്ഡലത്തിൽ കേരളത്തിലെ പിണറായി സർക്കാരിനെ കുറിച്ച് അവിടുത്തെ വോട്ടർമാരുടെ അഭിപ്രായം എന്താണ്? MLA-മാരുടെ എണ്ണം വെച്ച് നോക്കിയാൽ മികച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ജനങ്ങൾ പറഞ്ഞത് എന്താണ്? വോട്ടർമാർ പറഞ്ഞത് എന്താണ്? ഉത്തരത്തിലേക്ക് വരാം. നല്ല അഭിപ്രായം ടോട്ടൽ വളരെ മികച്ചെന്ന 11.8, മികച്ചതെന്ന 15. 26.8% മാത്രമാണ് മികച്ചത് അല്ലെങ്കിൽ വളരെ മികച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 47% മോശം എന്നാണ് പറയുന്നത്. 47% മോശം എന്ന് പറഞ്ഞിരിക്കുന്നത് ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം ഉൾപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ്. നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ 7-ൽ 6 മണ്ഡലങ്ങളും LDF-ന്റെ കയ്യിലാണ്. മുഹമ്മദ് റിയാസിന്റെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കോഴിക്കോട്. അവിടെയാണ് ഈ പറയുന്ന 47% ആളുകളും ഇത് മോശമാണ് പിണറായി സർക്കാരിന്റെ പ്രതിച്ഛായ എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജ് അഗെയിൻ ഗോസ് ടു എം കെ രാഘവൻ. അടുത്തതും ചേർത്ത് വെക്കാവുന്ന ചോദ്യമാണല്ലോ. അതെ, ക്വസ്റ്റ്യൻ നമ്പർ 7 ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തെ കോഴിക്കോട്ടുകാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നന്നായോ അതോ മോശമായോ? കോഴിക്കോടിന്റെ ഉത്തരം ഇതാ. മോശമായി എന്ന അഭിപ്രായമുള്ളവരാണ് കൂടുതൽ. 61.1% പേരും രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനം മോശമായെന്ന് അഭിപ്രായപ്പെടുന്നു. അതായത് 61% പേര് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രകടനം മോശമായി എന്ന് പറയുകയും 47% ആളുകൾ സർക്കാരിന് പ്രതിച്ഛായ നഷ്ടമുണ്ടായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ വിരുദ്ധ തരംഗമുണ്ട് കേട്ടോ ഈ കാര്യങ്ങളിൽ. നമ്മൾ 10 ലോക്സഭാ മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ അതിൽ ഇപ്പം നമ്മൾ 3 മണ്ഡലങ്ങളാണ് LDF-ന് അനുകൂലമായി ചിന്തിക്കുന്നത് അല്ലെ? മാവേലിക്കര, കാസർഗോഡ്, പത്തനംതിട്ട. പക്ഷെ അവിടെയൊക്കെ തന്നെയും സർക്കാർ വിരുദ്ധ തരംഗമുണ്ട്. നിങ്ങൾ അതിനെ കുറച്ച് കാണണ്ട. കാരണം നവകേരള സദസ്സിനെതിരായിട്ടുള്ള വികാരം സർക്കാർ നന്നായി നവകേരള സദസ്സിനെതിരെ 60 മുതൽ 80% വരെ എതിർവികാരം ഉയർന്നതാണ് നമ്മൾ ഈ 9 ഇടങ്ങളിലും കണ്ടത്. അപ്പം ഈ പറയുന്ന മോശമായി എന്ന് പറയുന്ന രണ്ടാമത്തതും സർക്കാർ വിരുദ്ധ തരംഗമാണ്. അത് കോഴിക്കോട്ട് വളരെ ശക്തമാണ്. 7 MLA-മാരിൽ നമ്മൾ സൂചിപ്പിച്ച കണക്ക് 6 MLA-മാരുള്ള LDF-ന് ശക്തിയുള്ള കോഴിക്കോട് ഈ രണ്ടാം സർക്കാരിന്റെ പ്രകടനത്തെ വളരെ മോശമായി കാണുന്നത് 61% പേരാണ്. അത് നിശ്ചയമായും അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം നല്ലതാവണ്ടേ? പ്രതിപക്ഷം നല്ലതാണെന്ന് പറയുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 8 കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് കോഴിക്കോടിന്റെ അഭിപ്രായം എന്താണ്? സർക്കാർ പോരാ എന്ന് പറയുന്നവർ പ്രതിപക്ഷം കൊള്ളാം എന്ന് പറയുന്നുണ്ടോ? ഉത്തരങ്ങളിലേക്ക്. പ്രതിപക്ഷം കൊള്ളാം എന്ന് അഭിപ്രായപ്പെടുന്നവർ കേവലം 16.4%. എന്നാൽ മോശമെന്ന് പറയുന്നവരോ 39.7%. അതായത് 40% ആളുകൾക്കും വളരെ മോശപ്പെട്ട അഭിപ്രായമാണ്. ഇവിടെയും ഒരു താരതമ്യം സാധ്യമാണ് കേട്ടോ. കേരളത്തിലെ ഈ പറയുന്ന നമ്മൾ പറഞ്ഞ 10 മണ്ഡലങ്ങളിൽ പൊന്നാനി ഒഴിച്ച് ബാക്കി 9 മണ്ഡലങ്ങളിലും പ്രതിപക്ഷത്തെ കുറിച്ച് മോശപ്പെട്ട നിങ്ങൾ ജയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗുണം കൊണ്ടല്ല, അല്ല ഭാഗ്യം കൊണ്ടാണ്. സർക്കാർ വിരുദ്ധ തരംഗം എന്ന് പറയുന്നത് നമുക്ക് പല സ്ഥലങ്ങളിലും വളരെ ശക്തമായി കാണാം. അപ്പോൾ മെച്ചപ്പെട്ട പ്രകടനം പ്രതിപക്ഷം കാഴ്ചവെച്ചതുകൊണ്ട് അധിക സീറ്റുകൾ നേടിയെന്നൊന്നും പറയാൻ കഴിയില്ല. ഈ പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനത്തിലുള്ള പ്രതിച്ഛായ നഷ്ടം തന്നെയാണ് പ്രധാന വികാരം. അപ്പോൾ പ്രതിപക്ഷത്തിനെതിരെയും ഒരു ജനവികാരമുണ്ട് എന്നത് പ്രതിപക്ഷം തിരിച്ചറിയേണ്ടതുണ്ട്. സർക്കാരിനെ വിമർശിക്കുന്നതിൽ നിങ്ങൾ പിന്നോട്ട് പോയി എന്ന് ജനം പ്രതിപക്ഷത്തോട് പറയുന്നതായി നമുക്ക് ആ ഉത്തരത്തെ വിലയിരുത്താം.